ഇന്ന് നമുക്ക് ക്യാൻവാസിൽ നെക്ക് വെട്ടുന്നത് അളവെടുക്കുന്നതും റൗണ്ട് നെക്ക് എങ്ങനെയാണ് വെട്ടുന്നത് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാൻവാസിൽ നെക്ക് വെട്ടുമ്പോൾ നിങ്ങൾക്ക് ശരിയാവുന്നില്ല, കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ക്യാൻവാസിൽ എങ്ങനെയാണ് നമ്മൾ നെക്ക് വരക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംശയമുള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടു, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ക്യാൻവാസിന് രണ്ട് വശമാണുള്ളത്. ഒരു വശം നമുക്ക് പേപ്പർ പോലെ തോന്നും, മറുവശം നമുക്ക് ഇങ്ങനെ ഗ്ലൈസിങ് ഉണ്ടാവും കേട്ടോ, ചെറിയൊരു ഗ്ലൈസിങ്. ആ ഗ്ലൈസിങ്ങുള്ള ഭാഗം നമ്മൾ തുണിയിൽ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഗ്ലൈസിങ് ഇല്ലാത്ത ഭാഗത്ത് വേണം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്ലൈസിങ്ങുള്ള ഭാഗത്ത് ചെറിയൊരു ഗമ്മ് പോലെയാണ്, അത് നമ്മൾ തുണിയിൽ അയൺ ചെയ്യുമ്പോൾ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പേപ്പർ പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ഗ്ലൈസിങ് ഇല്ലാത്ത ആ ഭാഗത്ത് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു വശം ഇതുപോലെ സൈഡ് ചെറുതായി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി മടക്കി കൊടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മുടെ നെക്കിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുപാട് നമ്മൾ ക്യാൻവാസ് മടക്കി വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് നെക്കിൻ്റെ അളവ് നോക്കി ഇതിൽ നോക്കുക, എന്നിട്ട് എത്ര ബാലൻസ് വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ക്യാൻവാസ് നമുക്ക് ചെറുതാക്കി മടക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ക്യാൻവാസ് ബാലൻസ് വരുന്നുണ്ട്. ഞാൻ 3 ഇഞ്ച് നെക്ക് വീതിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 4-4.5 ഇഞ്ചോളം ക്യാൻവാസ് മടക്കിയിട്ടാൽ മതി കേട്ടോ. അപ്പം ഞാനിതാ വീണ്ടും മടക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 3 ഇഞ്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരിയും കൂടി കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ എനിക്ക് 5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് 1 ഇഞ്ചോളം കൂടി കുറച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 1 ഇഞ്ച് കൂടി കുറച്ച് ഞാനിത് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യാൻവാസിലൊക്കെ നമ്മൾ വെട്ടുമ്പോൾ ഒരുപാട് മടക്കിയിട്ടിട്ട് ഒരുപാട് ക്യാൻവാസ് വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ ക്യാൻവാസ് നമ്മളൊന്ന് പിശുക്കി മടക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ അളവ് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. നിങ്ങൾക്ക് 2 എത്ര വേണ്ട വെച്ചാൽ അത് അനുസരിച്ച് നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്കിൻ്റെ അളവിനേക്കാളും കൂട്ടാനോ കുറക്കാനോ ഒന്നുമില്ല, കറക്റ്റ് നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ വീതി തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ഇഞ്ചാണ് വീതി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഇറക്കം എടുക്കാം. ഞാൻ 6 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്, അതായത് ഇറക്കം. അപ്പോൾ 6 ഇഞ്ചിൽ ഞാനിവിടെ ഒരു മാർക്ക് കൊടുക്കുകയാണ്. ആ 3 ഇഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് പിടിച്ചിട്ട് ഇനി ഇവിടെയും ആ വീതിക്ക് 3 ഇഞ്ച് പിടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് 3 ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അങ്ങനെ ചെരിവൊന്നും വരാൻ പാടില്ല. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരിക്കലും വളവും ചെരിവും വരരുത്, വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സ്കെയിൽ വെക്കുമ്പോഴും ടാപ്പ് വെച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ഇതേപോലെ വരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ 3 ഇഞ്ച് വീതിയും 6 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചെടുക്കണം. കറക്റ്റായിട്ട് നമുക്ക് നെക്ക് റൗണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാർ ബ്ലൗസ് എന്താ ഇടുന്നത് വെച്ചാൽ അത് ഇട്ടുമ്പോൾ അതിൻ്റെ നെക്ക് ഒരു വൃത്തിയില്ലാത്ത പോലെ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ നെക്ക് വൃത്തിയാവാന്നാൽ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിൻ്റെ നെക്കാണ് ഭംഗി വരുത്തുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് വരക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, റൗണ്ട് ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. ഈ ലെങ്ത്ത് നമുക്ക് 6 ഇഞ്ചാണ്. അപ്പോൾ ഈ 6 ഇഞ്ചിൻ്റെ പകുതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, അതായത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോർണർ ഭാഗം ഉണ്ടല്ലോ, ഈ മൂലഭാഗം, ഇവിടുന്ന് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് മടക്കിയ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 6 പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ 3 ഇഞ്ച്, ആ 3 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഷേപ്പ് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ കറക്റ്റാക്കി കൊണ്ടുവരാം. ഇത് നമ്മൾ ഒട്ടും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ മടക്കിയിട്ട് ഇതുപോലെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വരച്ച് ചെയ്ത് നോക്കുക കേട്ടോ. സ്റ്റാർട്ടിങ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ക്യാൻവാസിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് പഠിക്കണ്ട. പഴയ നമ്മൾ പേപ്പർ ഉണ്ടാവുമല്ലോ, നോട്ട്ബുക്കിൻ്റെ പേജൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ മടക്കി ഇതേപോലെ വരച്ച് ആ റൗണ്ട് ഷേപ്പ് നമ്മൾ കൈ അതേപോലെ വഴങ്ങുന്ന രീതിയിൽ വരച്ച് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക കേട്ടോ. എന്നതിന് ശേഷം ക്യാൻവാസിൽ വെട്ടിയെടുത്താൽ മതി. അപ്പം ഇതേപോലെ 6 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തതിലേക്ക് ഇതേപോലെ ഷേപ്പ് വരയ്ക്കുക. എന്നതിന് ശേഷം 1/2 ഇഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതേപോലെ റൗണ്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുവരിക. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പേപ്പറിലൊക്കെ ചെയ്ത് നോക്കുക, എന്നതിന് ശേഷം ക്യാൻവാസിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് റൗണ്ടാക്കി വരച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിതിൻ്റെ പുറം വശമാണല്ലോ വേണ്ടത്, ഉൾവശമല്ല. അപ്പോൾ നമുക്ക് ഇത് റൗണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അതേപോലെ റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ആ 1 ഇഞ്ചിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരിക. ഈ റൗണ്ട് ചെയ്ത് വരുന്നത് നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, അതുമെന്ന് വേണം 1 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ ആദ്യം വരച്ചതിൽ കൂടെ അല്ല, ഈ റൗണ്ടാക്കി ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, ആ റൗണ്ട് ഷേപ്പിനനുസരിച്ച് തന്നെ ഓരോ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ഉള്ളിൽ വരച്ച അതേ ഷേപ്പിൽ തന്നെ പുറത്തേക്ക് റൗണ്ട് ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ആ കുത്തിട്ട കൊടുത്തതിൽ കൂടെ ഒക്കെ നമുക്കിങ്ങനെ വരച്ച് ആ ഷേപ്പ് കൊണ്ടുവരാം. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ പേപ്പറിൽ ആദ്യം ചെയ്ത് നോക്കിയിട്ട് ക്യാൻവാസിൽ വെട്ടി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇത് ആ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാൻവാസ് ഒട്ടിക്കുന്ന രീതി 2-3 തരം ഉണ്ട്. ഇത് ഫുള്ളായിട്ട് വെട്ടിയിട്ട് ആ ഷേപ്പിൽ തന്നെ വെക്കുന്നവരുണ്ട്. അത് സെൻറ്റർ ഒഴിവാക്കാതെ കട്ട് ചെയ്ത് തയ്ച്ചതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ മടക്കിയ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നതിന് ശേഷം നമുക്ക് ഈ പുറത്തേക്ക് വരച്ചതുണ്ടല്ലോ 1 ഇഞ്ച്, അതിലൂടെ റൗണ്ട് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ മാർക്ക് ചെയ്തതിൽ കൂടെ തന്നെ ഷേപ്പിൽ വെട്ടിയെടുക്കണം. ആ ഷേപ്പിൽ വ്യത്യാസം വരരുത്. ഇപ്പോൾ നമ്മൾ ആ റൗണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം കട്ട് ചെയ്തെടുക്കാം. ഈ ഉൾവശം കട്ട് ചെയ്യാതെ നമുക്ക് തയ്ക്കാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തയ്ച്ചതിന് ശേഷം നമ്മൾ തുണിയോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും കൂടി കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ റൗണ്ട് ഉള്ളിലത്തൊക്കെ വെട്ടി കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിന് മറുപടി തരാം കേട്ടോ.